നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. മറുനാടന്റെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയെ മർദ്ദിച്ച സംഭവത്തിൽ CPM തന്നെ പ്രതിക്കൂട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാവുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ആശുപത്രി വിട്ട് പുറത്തിറങ്ങിയ ഷാജൻ സ്കറിയ ആ തരത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നൽകിയത്. CPM തന്നെ വധിക്കാൻ ആസൂത്രിതമായ നീക്കം നടത്തി, അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മർദ്ദനം നടന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ കേസിൽ 5 പ്രതികളാണുള്ളത്. 4 പ്രതികളെ ബാംഗ്ലൂരിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തൊടുപുഴ പോലീസാണ് ബാംഗ്ലൂരിൽ നിന്നും ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ മാത്യൂസ് കൊല്ലപ്പള്ളി, ഷിയാസ് തുടങ്ങിയ ആളുകളൊക്കെ തന്നെ CPIMന്റെ പ്രാദേശിക നേതാക്കളാണ്. മാത്രമല്ല, ഷാജൻ സ്കറിയ ആക്രമിക്കപ്പെട്ട് തൊട്ട് സമയങ്ങളിൽ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി ഇട്ട പോസ്റ്റ് വളരെ ശ്രദ്ധേയമായിരുന്നു. കൊടുത്തത് കുറഞ്ഞുപോയി എന്ന തരത്തിലായിരുന്നു. അതായത് ആക്രമിച്ചത് താൻ തന്നെയാണ് എന്ന് സമ്മതിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റായിരുന്നു അദ്ദേഹം ഇട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ കേസിൽ പ്രധാന പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വധശ്രമത്തിനാണ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത്. ഷാജൻ സ്കറിയെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹത്തോട് വിയോജിപ്പുള്ള ആളുകളുണ്ടാകും, യോജിപ്പുള്ള ആളുകളുണ്ടാകും. എങ്ങനെയായാലും അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. സത്യസന്ധമായി അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ സമൂഹത്തിലെ അനീതിക്കെതിരെ, അഴിമതിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അത് പക്ഷത്ത് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ തന്നെയാണ് എല്ലാവരും ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. ഒരു വിഷയം പറയുമ്പോൾ അതിൻ്റെ എതിർ ഭാഗത്ത് അതിനെ യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ യോജിക്കുന്ന കുറച്ചു പേരുണ്ടാവും, അതിനെ പിന്തുണയ്ക്കാത്ത മറ്റു ചിലരുണ്ടാവും. അങ്ങനെ അനിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ മറ്റു ചിലർക്ക് അത് വലിയ രീതിയിൽ ആക്രമണം നടത്താനുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ അത്തരം രീതികളിലേക്ക് പോകുന്നതിനെ എന്തായാലും ശക്തമായി എതിർക്കേണ്ടതാണ്. എന്തായാലും പത്രപ്രവർത്തക യൂണിയനോ അല്ലെങ്കിൽ മാധ്യമരംഗത്തെ വലിയ പുലികളോ ഒന്നും തന്നെ ഷാജൻ സ്കറിയയ്ക്ക് പിന്തുണയുമായി എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ എന്ന ലേബലിൽ മാത്രമാണ് പലരും വാർത്തകൾ പോലും നൽകുന്നതും എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും പ്രമുഖ ചാനലുകളൊക്കെ തന്നെ ഒളിപ്പിച്ചു വെക്കുന്ന പല വാർത്തകളും പുറത്തേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ മറുനാടൻ മലയാളിയും ഷാജൻ സ്കറിയയും അതേപോലെയുള്ള ഓൺലൈൻ മീഡിയകളും ശ്രദ്ധേയമായ ഒരു പങ്ക് ഇവിടെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുപോലെ ആളുകളെ, മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളുകളെ അങ്ങ് തീർത്ത് കളയാം എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ.